സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുന്നു. സംസ്ഥാന പ്രസിഡന്റ് വി.കെ. സദാനന്ദൻ, ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു തുടങ്ങിയവരാണ് സമരസമിതിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. അമൽ തേനംപറമ്പിൽ ചർച്ച നടക്കുന്ന ഇടത്തു നിന്നും ചേരുന്നുണ്ട്. അമൽ, ഒരു വഴി ഉണ്ടാകുമോ അതോ വഴിപാട് ചർച്ചയാകുമോ? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അമൽ? പ്രതീക്ഷ, ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുൻപാണ് ചർച്ച ആരംഭിച്ചത്. സമരസമിതി പ്രതിനിധികൾ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതോടൊപ്പം INTUC, CITU, BMS തുടങ്ങിയ സംഘടനകളുടെ ആശാവർക്കർമാരുടെ പ്രതിനിധികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറയുക. ഇന്നെന്തായാലും പ്രതീക്ഷ ചോദിച്ചതുപോലെ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത് ഈ സമരത്തിനൊരു പര്യവസാനം ഉണ്ടാകുമോ അതോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു പോയതുപോലെ ഒരു വഴിപാട് ചർച്ചയായി ഇത് അവസാനിക്കുമോ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഈ ഓണറേറിയം കൂട്ടി നൽകാനാവില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഓണറേറിയം 21,000 ആക്കണമെന്ന നിലപാടിൽ ആശാവർക്കർമാർ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചയുടെ ഒരു തനിയാവർത്തനം തന്നെ ഇന്നും ഉണ്ടായേക്കാം. പക്ഷേ മറ്റൊരു തരത്തിൽ ഒരു സമവായ ഫോർമുല ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 21,000 ആക്കി ഈ പറയുന്ന ഓണറേറിയം ഉയർത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിലില്ല. പക്ഷേ ഇവരെ ഒന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുക, ഇവരെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോയാൽ പോലും സമരം അവസാനിപ്പിക്കാൻ സമരസമിതി ഒരുപക്ഷെ തയ്യാറായിരിക്കും. അത് 21,000 ആക്കി ഉയർത്തണം എന്നുള്ള പിടിവാശി ഒരുപക്ഷെ അവർ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ഈ 10,000-ൽ നിന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ സമരം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് സമരസമിതി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നയപരമായ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? കാരണം ഇളമരം കരീം നേരത്തെ ആദ്യമൊക്കെ തന്നെ വളരെ സ്പഷ്ടമായിട്ടങ്ങ് കാര്യങ്ങൾ എതിർപ്പ് പറയുകയും അതിൻ്റെ വാസ്തവത്തെ ഒന്നും ഉൾക്കൊള്ളാതെ ഇവരുടെ സമരത്തെക്കുറിച്ച് അവർ ഉയർത്തുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ തന്നെ ഇവരെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ തന്നെ പ്രതികരണം നടത്തിയവരൊക്കെ മയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സമീപനങ്ങളിൽ മാറ്റമുണ്ടോ? അത് ഈ പറഞ്ഞതുപോലെ സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ഓരോ ദിവസവും സമരത്തിൻ്റെ രീതികളൊക്കെ മാറ്റുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടി തന്നെയാണ്. ആ നിലയ്ക്ക് ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതെന്തായിരിക്കാം ഇനി? പ്രതീക്ഷ, ഇതിനു മുൻപ് ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ നടന്ന കാര്യമെന്ന് പറയുന്നത് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭയിലെ ചർച്ചയാണെങ്കിൽ പോലും അവിടേക്ക് ചർച്ചയ്ക്ക് വിളിക്കുന്നു. സമരസമിതി പ്രതിനിധികൾ അവിടേക്ക് ചർച്ചയ്ക്കായി എത്തി. അവരോട് നിങ്ങൾ സമരം നിർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകണം, നിങ്ങൾ കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം, നിലവിൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കേന്ദ്രമാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവരോട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം അവർ തിരിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞത് ഇനി മേലിൽ ഇങ്ങനെ തങ്ങളെ വിളിച്ച് അപമാനിക്കാനാണ് എങ്കിൽ ചർച്ച നടത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്, ആ ഒരു കാലാവസ്ഥ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിപ്പോൾ ഇന്നത്തെ ചർച്ച വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആശാവർക്കർമാർ കാണുന്നത്. സർക്കാരാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ചർച്ച എന്നുള്ള നിലയിൽ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണുകയും ചെയ്യുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ്